ഹലോ മച്ചന്മാരെ, ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര വിശപ്പും നല്ല ക്ഷീണവും. അപ്പോൾ അത് ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ നേരെ വന്നത് അടുത്തുള്ള KFC-ലോട്ടോ. അവിടെയാണെങ്കിൽ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാട്ടോ. എന്നാൽ പിന്നെ വലിയൊരു ടേബിൾ നോക്കി എല്ലാവരും കൂടി അവിടെ ഇരിക്കാൻ തുടങ്ങി. ഭയങ്കര ക്ഷീണം കാരണേ വിശപ്പൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു 2 പാക്കറ്റ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ വിളിക്കാൻ വേണ്ടി നമ്മളൊരു അരമണിക്കൂറോളം അവിടെ കാത്തിരുന്നു. ആരും വന്നില്ല. അവസാനം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളോടൊപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാ മോനെ നിങ്ങളുടെ ഫുഡാണ് എടുത്തിരിക്കുന്നത്. വാങ്ങിയിട്ട് വരേണ്ട താമസം സൗരവിന്റെ കൈ 2 ബക്കറ്റിന്റെ ഉള്ളിലാണ്. പിന്നെ ഒന്നും നോക്കില്ല, എല്ലാവരും കൂടി പറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി. എല്ലാവർക്കും ഈ വിശപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് എല്ലാവരും കുറച്ച് കഴിച്ചുള്ളൂ. ഭാഗ്യം ഫുഡ് വന്നപ്പോൾ തൊട്ട് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഫുഡിൽ മാത്രമായിട്ടോ. എന്നാൽ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബൈ കൊണ്ട് നമ്മൾ ഇറങ്ങി നടന്നു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ദഹിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി എല്ലാവരും കൂടി നേരെ വിട്ട് നമ്മുടെ കടലിന്റെ അടുത്തേക്കാണ്. കടൽ തീരത്തോട് ഇങ്ങനെ നടക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ വേറൊരു ചിന്ത വന്നത്. എന്നാൽ പിന്നെ കുറച്ച് കല്ലെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള രീതി. ഏകാന്തതയിലൂടെ ആറ്റിറ്റ്യൂഡായിട്ട് നടക്കുന്ന സൗരവിനെ നമ്മൾ അവിടെ നിന്ന് കാണാൻ പറ്റും. ബീച്ചിന് തൊട്ടടുത്തായിട്ട് കുറച്ച് ഗെയിമിംഗ് സ്പോട്ടുകൾ ഉണ്ട്. എന്നാൽ ശരി എല്ലാവരും കൂടി അവിടെ പോകാണ്ട് കുറെ അവിടെ ചുറ്റി കണ്ടു. ഇത് പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിലും മൂപ്പര് കാട്ടിക്കൂട്ടിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇതിന് പിന്നെ ഒരു അരപ്പിരി കുറവുണ്ടോ ഒന്നും വിചാരിക്കല്ലേ. ഒന്നും പറയാനില്ല, ഒന്നിനൊന്നും മെച്ചം. വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ അവനതിൽ പിടിച്ച് കളിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെ അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നേരെ വിട്ട് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണായിരിക്കും. ബൈ.